ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പം നമ്മൾ മുത്തുവിന് ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കണം വന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓള് വീഡിയോ എടുത്തതാ മെച്ചിനെ വലിച്ചോടണതാണ് കേട്ടോ. അല്ല വലിയ വീഡിയോ പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ബസ് കയറി ഞങ്ങൾ തൊട്ടടുത്തുള്ള ടൗണിലോട്ടാണ് കേട്ടോ പോകുന്നത്, എടക്കര. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ ഇതാ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് വേണ്ടിയിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യന് നല്ല വാശിയിലല്ലേ, ഞങ്ങൾ സൺസ്ക്രീൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഫാൻസി കയറി കേട്ടോ. ഒരു മിറർ കണ്ണിൻ്റെ പട്ടി ഷോ ആണ് കേട്ടോ ഗായ്സ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പിന്നെ ഞങ്ങൾ ബുക്ക് സ്റ്റോറിലോട്ടാണ് കേട്ടോ പോയത്. ഞാൻ കുറോമിൻ്റെ സാനിയോൻ്റെ ഒക്കെ പെന്ന് അവിടെ കണ്ടിരുന്നു, പക്ഷേ അവരത് എടുക്കാനും സമ്മതിച്ചില്ല. വേറെ എല്ലാതും കണ്ടിരുന്നു, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് എന്തായാലും ഞാനത് എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ബുക്സ് കണ്ടിരുന്നു. പപ്പക്കും അമ്മച്ചിക്കും ഒക്കെ ഭയങ്കര പരാതിയാണ് ഞാൻ ഫുൾ ടാബിലാണെന്ന്. അപ്പോൾ അത് തീർക്കാനും വേണ്ടിയിട്ട് കുറച്ച് ബുക്സ് എടുത്തു, 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കരുതുണ്ടാവും ഇതാണ് ഞാനെടുത്ത ബുക്ക്. ഇത് ഞാനെടുത്തതല്ല കേട്ടോ, ഉമ്മച്ചെടുത്തതാണേ. ഞാൻ എടുത്ത ബുക്ക് ലാസ്റ്റ് കാണിച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ ആടുജീവിതത്തിൻ്റെ ബുക്ക് കണ്ടു, ന്യൂ എഡീഷനാണ് കേട്ടോ. അത് ഞങ്ങൾ മൂവി കണ്ടുകൊണ്ട് അതെടുത്തില്ല, അത് അവിടെ തന്നെ വെച്ചു. ഇതാണ് കേട്ടോ ഞാനെടുത്ത ബുക്ക്. അതിൽ കുറച്ച് വായിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നല്ല മിസ്റ്റീരിയസും സസ്പീഷ്യസൊക്കെ ആയ കഥകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അതാ ഈ കുട്ടീസിൻ്റെ ഒരു ബുക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും ഒരു ചെറിയ വിശപ്പൊക്കെ വരുമല്ലോ. ഞങ്ങളെ കാര്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഗായ്സ്, ഞങ്ങളിവിടെ കിയാസ്കിയിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ മോമോസ് ഓർഡർ ചെയ്തു, അതുകൂടെ അല്ല. പിസ്സ ഓർഡർ ചെയ്തു, അതുകൂടെ അല്ല. പിന്നെന്താ ടെൻഡർ മൽബ ഓർഡർ ചെയ്തു, അതും വളരെ. പിന്നെ എന്തിനാ കഴിച്ച് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? സാൻഡ്വിച്ചും ഫലൂദയും പിന്നെ മൊജിറ്റോയും ഓർഡർ ചെയ്തു. അതെന്തായാലും കൂടെ ഉണ്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിസ്സ കഴിക്കാൻ നോക്കിയാൽ അതും കൂടെ ഇല്ല. റൈസ് ഷവർമ സൂപ്പർ. സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂവി ഓർഡർ ചെയ്തു. എല്ലാം കാര്യമാക്കിട്ടോ സാൻഡ്വിച്ച്. തീർത്തത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അല്ല കേട്ടോ, ബാക്കിൽ നിൽക്കുന്ന ക്യാമറ വുമണാണ്. 2 ഗ്ലാസും ഇതും പിന്നെ ഇതും ഫുള്ള് തീർത്ത്. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു. നമ്മളെ സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് തീർന്നു, ഇനി എടുത്തോളൂ.
കഴിച്ചോ. അങ്ങനെ ഷോപ്പിംഗ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത്. മാമ പ്രസവിച്ചു. ബേബി ഗേളാണ്. അപ്പോൾ ഞങ്ങൾ ആ ബേബി ഗേളിനെ കാണാനും വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ചെന്ന വഴുക്കനെ പുറത്തേക്ക് ഇറക്കിയിരുന്നു. അപ്പം ഞങ്ങൾ കുട്ടീനെ കണ്ടപ്പോൾ ഞാൻ കുട്ടീനെ വേഗം എടുത്ത് മടിയിലോട്ട് വെച്ചിട്ടോ. കുട്ടീനെ റൂമിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മേമനെയും കുട്ടീനെയൊക്കെ വെയിറ്റ് ചെയ്ത് റൂമിലിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ മേമയും കുട്ടിയൊക്കെ റൂമിലോട്ട് വന്നത്. കുട്ടീനെയും കാണാനുള്ള വെയിറ്റിംഗ് കണ്ടോ ഗൈസ്. ഞങ്ങൾ വീണ്ടും സിത്തു ദീദി, ഞാനും മൂത്തമ്മ, അവള് മേമ. ഇപ്പോൾ കുട്ടീനെ അതാ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ കുഞ്ഞിക്കാലും കുഞ്ഞിക്കായൊക്കെ കാണണം. അതിനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. ഒരു സ്വന്തമണി വെച്ചിക്കറിക്കോ അത് ശരി. അപ്പം ഞാനിതാ കുട്ടീനെയും കളിപ്പിച്ച് ഇവിടെ കിടക്കുകയാണ്. വീട്ടിലോട്ട് പോകാൻ ഒരാഗ്രഹമല്ല കേട്ടോ. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം ഇഷ്ടമല്ല. കണ്ണു മോളുണ്ട്. ഞാനൊക്കെ പൊട്ടിക്കഴിഞ്ഞല്ലോ എൻ്റെ കുട്ടി. ഒരു കാല് മാത്രം കാട്ടിക്കോ. ഓള് പോയിട്ടില്ല. ചോദിച്ചതിനെത്തും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ.